വേർ ഈസ് എ നേക്കഡ് മാൻ? ഞാനല്ലാതെ വേറൊരു നേക്കഡ് മാൻ. എന്റെ കാര്യം ഇവനെ കൂട്ടിയിട്ടേ നന്നായി. അല്ലാതെ നീ വലിയ സ്ഥലത്ത് വന്ന് ഞാനങ്ങ് നാണം കിട്ടുപോലെ. സത്യം പറ, നീ എവിടുന്ന? നേരെ ചൊവ്വേന്ന് വരുവാ. നോട്ട് ദ പോയിന്റ്. ഇതാണ് കുഴപ്പം. വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ചിലവന്മാര് പറയും ഞങ്ങൾ നേരെ ചൊവ്വെന്ന് വരുവാണെന്ന് പറയും. മറ്റു ചിലവന്മാര് പറയും ഞങ്ങൾ D4 ഡാൻസ് എന്ന് വരുവാണെന്ന്. ചിലര് പറയുന്നത് എന്താണെന്നറിയാം, ഞങ്ങൾ ഇന്ത്യൻ പ്രസിഡന്റ് ആണെന്ന്. എടാ, ഈ പറയുന്നതിന് എന്തെങ്കിലും ലോജിക്ക് വേണം. സത്യം പറ, ഈ തുണിയും പറിച്ചു കഴിഞ്ഞിട്ട് നീ എവിടുന്ന് വരുവാ? അയ്യോ ചേട്ടാ, ഞാൻ ശരിക്കും ചൊവ്വേന്ന് വരിക. ഇവൻ നേരെ ചൊവ്വ പോകുന്ന ലക്ഷണമില്ല. എന്റെ ചേട്ടാ, നിങ്ങൾ കഴിഞ്ഞ വർഷം മംഗളയാൻ അയച്ചില്ലേ, ആ ചൊവ്വേന്ന്. ആണോ? കഴിഞ്ഞ ആഴ്ച മംഗളനെ അങ്ങോട്ട് അയച്ചതേ ഞാനല്ല. എന്നിട്ട് ഒന്നും അറിയാതെ ഒന്നും ഇല്ലാതെ നിൽക്കുക. നീ സത്യം പറ, നീ ആരാന്ന് പറഞ്ഞില്ലെങ്കിൽ മാവോയിസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ പോലീസിന് പിടിച്ചിട്ട് കൊടുക്കും. പറഞ്ഞോട്ടില്ലേ? അയ്യോ ചേട്ടാ, ഞാൻ സത്യമാ പറഞ്ഞത്. ചൊവ്വ എന്ന അന്യഗ്രഹത്തിൽ നിന്ന് വന്ന ആളാ ഞാൻ. എടാ ചൊവ്വാഴ്ച പാണ്ടി, ഈ ചൊവ്വ എന്ന് പറഞ്ഞ സ്ഥലം ഇത്ര ദാരിദ്ര്യം പിടിച്ച സ്ഥലമാണ്. അതെന്താ? എടാ, തുണി പോലും ഇല്ലാതെ ഫുൾ നേക്കഡായിട്ട് എന്റെ മുന്നിൽ വന്ന് നിന്നിട്ട് എന്താണെന്ന്. അതിന് നിങ്ങളും തുണി കൊടുത്തിട്ടില്ലല്ലോ. അത് ഞാൻ ഉടുക്കാഞ്ഞല്ല, ഉടുത്ത സാധനം മറ്റോമാരെല്ലാം കൂടി പറിച്ചു കളഞ്ഞ. അറിയോ, ഒരു വിധത്തിൽ ഞാൻ ആ തുണി തപ്പി എടുത്ത് ഇത് ഉടുക്കാനൊരു മറ അന്വേഷിച്ച് നടന്നപ്പോഴാ നിന്നെ കണ്ടത്. അപ്പൊ എക്സ്ക്യൂസ് മീ, പ്ലീസ് ഹെൽപ്പ് മീ, ഒന്നും ഇങ്ങോട്ട് നിങ്ങൾക്ക്. ഇത് നീ ഇട്ടോ, ഇനി നിനക്ക് ഞാൻ മറ പിടിക്കാം. ഈ മറയുള്ളതുകൊണ്ട് നമ്മൾ രണ്ടുപേരും രക്ഷപ്പെട്ടല്ലേ? ഈ ആൾക്കാർ വിചാരിക്കും നമ്മൾ രണ്ടും തറയാണെന്ന്. സംസാരിച്ച് സമയം പോറിഞ്ഞില്ല. നീ പോകുന്നില്ല. ഞാൻ എങ്ങനെ തിരിച്ചു പോകും? എന്താ? എന്റെ കഴുത്തിൽ കിടന്ന വലിയൊരു ലോക്കറ്റേ ഒരു പെണ്ണടിച്ചോണ്ട് പോയി. അത് കിട്ടിയെങ്കിലേ എനിക്ക് തിരിച്ചു പോകാൻ പറ്റൂ. ചേടാ, ഇവൻ ഇങ്ങോട്ട് വന്ന് ജനിച്ചില്ല, അതിനു മുമ്പ് ഇവനും തുടങ്ങിയോ പെണ്ണ് കേസ്? ആട്ടെ, നീ പറഞ്ഞ ലോക്കറ്റില്ലേ, അത് സ്വർണത്തിന്റെ ലോക്കറ്റാണോ? അയ്യോ, അത് സൗരോർജം കൊണ്ട് പ്രവർത്തിക്കുന്ന ലോക്കറ്റായിരുന്നു. എടാ മോനെ ചൊവ്വു, നിന്റെ ഈ സൗരോർജത്തിന്റെ ഐറ്റം അടിച്ചു മാറ്റാൻ കഴിവുള്ള ഒരൊറ്റ പെണ്ണേ ഉള്ളു ഇന്ന് കേരളത്തിൽ, സവിതാ നായർ. ആണോ ചേട്ടാ? ദേ ഈ മൊബൈലിലെ ക്ലിപ്പിൽ കാണുന്ന പെണ്ണാണോ അത്? ചേടാ, ഈ ക്ലിപ്പ് ചൊവ്വ വരെ എത്തിയോ? ഈ ക്ലിപ്പിന്റെ ഒരു റീച്ച് അപാരം. ചേട്ടാ, എനിക്ക് ആ ലോക്കറ്റ് എങ്ങനെയെങ്കിലും ഒന്ന് മേടിച്ചു തരണം, എന്നാലേ എനിക്ക് തിരിച്ചു പോകാൻ പറ്റൂ. എടാ, ആ ലോക്കറ്റൊക്കെ ഇപ്പൊ അത് എത്തേണ്ടടുത്ത് എത്തിയിട്ടുണ്ട്. നീ ഇനി ഇതിന്റെ പുറകെ പോയാലുണ്ടല്ലോ, പോലീസ് അന്വേഷിച്ച് പിടിച്ചു വരുമ്പം അവസാനം നീ ആയിരിക്കും കുറ്റക്കാരൻ. അയ്യോ, എങ്ങോട്ട് നോക്കിയ, ഇനി നീയാണ് തീരുമാനിക്കേണ്ടത്. നിനക്ക് ലോക്കപ്പ് വേണോ, ലോക്കറ്റ് വേണോ, അതോ വല്ല പണിയെടുത്ത് ഇവിടെ ജീവിക്കാൻ നോക്കുന്നോ? അയ്യോ ചേട്ടാ, ഇത്രയൊക്കെ പ്രശ്നമാണെങ്കിൽ ഞാൻ ഇവിടെ എന്തെങ്കിലും പണിയെടുത്ത് ജീവിച്ചോളാം. ചൊവ്വേന്നല്ല, സ്വർഗത്തിൽ നിന്ന് സാക്ഷാൽ ദൈവം തമ്പുരാൻ ഇറങ്ങി വന്നാലും വിത്തിൻ സെക്കൻഡ് നമ്മൾ പണി കൊടുത്തിരിക്കും. അതാണ് ഗോഡ്സ് ഓൺ കൺട്രി. ഇവിടുത്തെ രാഷ്ട്രീയക്കാര് കാരണം ഇപ്പൊ നിങ്ങളുടെ അവസ്ഥയും എന്റെ പേരും ഒരുപോലെയാ അല്ലേ? അതെന്താടാ? PK എന്ന് പറഞ്ഞ പരമ കഷ്ടം. യെസ്, നോട്ട് ദ പോയിന്റ്. ചേട്ടാ, അപ്പൊ ഞാൻ വരട്ടെ. നീ എവിടെ പോവാ? ഞാനേ ദേ ആ വീട്ടിലേക്ക് പോവാ. അവിടെ എന്താടാ? ഞങ്ങളുടെ ചൊവ്വയിലേക്ക് മംഗളയാൻ അയച്ചില്ലേ, അവരെ കാണാൻ വേണ്ടി പോവാ. ഇവൻ വലിയ തൊല്ലയാണ്. ഫുൾ. എടാ, അത് മംഗളന്റെ വീടൊന്നും അല്ല. പിന്നെ അതൊക്കെ ഒരു വലിയ കഥയാണ്. നീ മലയാള സിനിമ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. രക്ഷപ്പെട്ടു. മലയാള സിനിമയ്ക്ക് പിന്നെ അങ്ങനൊരു ഗുണമുണ്ട്, ഈ ലോകത്തുള്ള എല്ലാവർക്കും മലയാള സിനിമയെ കുറിച്ചറിയാം. അതെന്താന്നറിയോ? ഈ ലോകത്തുള്ള സകല സിനിമകളും മലയാളത്തിൽ ഇറങ്ങുന്നുണ്ട്. അപ്പൊ കോപ്പിയടി ഉണ്ട് ഇവിടെ അല്ലേ? കോപ്പിയടിയോ? ഒറ്റടിയാൻ പറ്റില്ല. അതേ ഇവിടെ കോപ്പിയടിയൊന്നും അല്ല പറയുന്ന, പിന്നെ ഇൻസ്പിരേഷൻ. നോട്ട് ദ പോയിന്റ്. ഞാനായിട്ടൊന്നും പറയുന്നില്ല, അത് മലയാള സിനിമ തറവാടാ. നീ വേണം നേരിട്ടങ്ങ് കണ്ടോ. ഞാൻ ജോർജ് കുട്ടി, റഷ്യ കേബിൾ വിഷന്റെ ഓണറാണ്. എന്റെ കേബിൾ TV വഴി പോകുന്ന ചാനലാണ് ദേ ഈ കാണുന്നത്. ഹായ് തേനീച്ച, എന്റെ ജീവിതവും ഇതുപോലെ മൊത്തം ഗ്രെയിൻസ് ആണ്. നല്ല പ്രായത്തിൽ പ്രേമിച്ചൊരു പെണ്ണിനെ കെട്ടി,
തെറ്റിദ്ധരിക്കണ്ട, പ്രേമിച്ചത് ഞാനല്ല. അവളെ ഏതോ ഒരുത്തനെ പ്രേമിച്ചു. അവിടെ വീട്ടുകാരെല്ലാം കൂടി അവളെ എന്റെ തലയെ വെച്ച് കെട്ടി. അയിലമത്തി ചൂരകാരികള മകളിമി കൂരികരിമി ഒറ്റവാളതാലും കൈക്കൂറാകത്തോളി. അയിലമത്തി ചൂരകാരികള മകളിമി കൂരികരിമി ഒറ്റവാളതാലും കൈക്കൂറാകത്തോളി. കളമകളിമി കരിമിൻ തിരിത പരവ മരല് ചെറ വയസ്സാങ്കാലത്ത് നിങ്ങൾക്ക് എന്നാത്തിന്റെ കേടാ? ആര് പറഞ്ഞിട്ട് എനിക്ക് വയസ്സായെന്ന്? എനിക്കിപ്പോഴും മധുര 17. മധുര 17 മധുര 350. 350? ആ, ഷുഗർ 350 ആണെന്ന് വല്ല വിവരം ഉണ്ടാ? എടീ, 4ാം ക്ലാസ്സിൽ തോറ്റ എന്നെ പോളിയോ എടുക്കാൻ പോലും സ്കൂളിൽ പോയിട്ടില്ലാത്ത നീ കളിയാക്കുന്നു. എന്റെ ജോർജ് കുട്ടി, നാട് ഓടുമ്പോ നടുവേ ഓടണം. നടുവേ അല്ലടി, നിന്നെ പോലുള്ളതൊക്കെ നാട് വിട്ടോടണം. ഒക്കെ ഓടണം. ഒറ്റ കീറ് തന്നാ നിന്റെ മോന്തയുടെ ഷേപ്പ് മാറും. ആ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ തരണമെന്നുള്ള ഒറ്റ വിചാരം മാത്രമല്ലേ ഉള്ളു. എല്ലാ ഭാര്യമാരെ അവർക്കിടെ ഭർത്താക്കന്മാര് പൊന്നു പോലെയാണ് നോക്കണത്. അതെ എടി, പൊന്നാവുമ്പോ അടിച്ചു വരത്തും, ഷേപ്പ് മാറ്റും, ചിലപ്പോ തീയിലിട്ട് പൊള്ളിച്ചൊന്നിരിക്കും. ഓടിയകത്ത് കേറിപ്പോകാൻ. ഈ കേറിപ്പോയ ലോക്കൽ കേബിളിൽ എന്റേതെന്ന് ഞാൻ വിശ്വസിക്കുന്ന 2 ചാനലുണ്ട്. ഒരാൺ ചാനലും ഒരു പെൺ ചാനലും. ഇതാണ് എന്റെ മകൾ. എൻട്രി മ്യൂസിക് കേട്ടപ്പോഴേ മനസ്സിലായി കാണുമല്ലോ, തമിഴ് സിനിമയോടാണ് കൂടുതൽ ചായ്വ്. അവലപിക്കാൻ വരുന്ന അണ്ണാച്ചിയുടെ കാര്യത്തിൽ എനിക്കൊരു ചെറിയ സംശയമുണ്ട്. ആ, അത് പോട്ടെ. നീ ഈയിടെയായിട്ട് ഏതോ ഒരുത്തനുമായിട്ട് സ്നേഹത്തിലാണല്ലേ? അയ്യോ, അത് അച്ഛൻ എങ്ങനെ മനസ്സിലായി? അല്ല, നീ ഈയിടെയായിട്ട് റീചാർജ് ചെയ്യാൻ എന്റെ കാശൊന്നും വാങ്ങിക്കുന്നില്ലല്ലോ. ആട്ടെ, നീ ഇതെവിടെ പോയതായിരുന്നു? ഞാൻ സുമേഷിന്റെ കൂടെ സിനിമയ്ക്ക് പോയതാ. ആരാടി ഈ സുമേഷ്? ആർക്കറിയാം, ഉച്ചയ്ക്ക് പാർക്കിൽ വെച്ച് പരിചയപ്പെട്ടതാ. അടുത്ത പ്രാവശ്യം കാണുമ്പോ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് പറയാച്ചാ. ഗുഡ് ഹിറ്റിപ്പം. ആട്ടെ, ഏത് സിനിമയ്ക്കാ പോയത്? ഒരു തമിഴ് പടം കാണാൻ പോയതാ. വൃത്തികെട്ടവളെ, നിനക്ക് ആ സമയത്ത് വല്ല മലയാള സിനിമയ്ക്കും പോയിക്കൂടായിരുന്നോ? അതെന്തിനാ? നിന്റെ ഒരു തമിഴ് സിനിമ മിണ്ടിപ്പോൽ. എന്റെ തമിഴ് സിനിമയെ പറ്റി പറഞ്ഞാലുണ്ടല്ലോ, നീ എന്നാ ചെയ്യും? എന്റെ കച്ചറ സ്വഭാവം പുറത്തെടുപ്പിക്കല്ലേ. അയ്യോ, അത് മാത്രം പുറത്തെടുക്കല്ലേ. പൊക്കോ 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 പൊക്കോ. മകളായതുകൊണ്ടാ തല്ലാതെ പോയത്. മകനായിരുന്നെങ്കിൽ എപ്പ കൊട്ടേഷൻ കൊടുത്തും ചോദിച്ചാ മതി. വേറൊന്നും കൊണ്ടുമല്ല, അവനൊരുത്തിന് ന്യൂ ജനറേഷന്റെ അസ്കിതയുണ്ടേ. ആരോട് എന്താ പറയേണ്ടെന്ന് അറിയില്ല. പിന്നെ ആകെ ഒരു പേടി എന്നെ മാത്രമേ ഉള്ളൂ. ആ ഒരൊറ്റ കാരണം കൊണ്ട് ഞാൻ നിൽക്കുന്ന പരിസരത്ത് അവൻ വരത്തില്ല. കണ്ടോ ഡാന്ന്, പിന്നെ എങ്ങനെ കുളം പിടിക്കും? ഒരു 100 മണി നൈസിന് മറിക്കാനുണ്ടാ? അല്ല, നിനക്കെന്തിനാണ് ഈ 100 രൂപ? നാളെ ഞങ്ങ ഒരു ചുംബന സമരം നടത്താൻ പോണേണ്. അത് പറ. ഇന്നാ പിടിച്ച 150 രൂപ. ഞാൻ 100 ചോദിച്ചുള്ളൂ. ബ്രോ എന്തിനാണ് 150? നീ ചുംബന സമരത്തിനല്ലേ പോകുന്നത്? ഒരു പേസ്റ്റും ബ്രഷും മേടിച്ച് പല്ല് കഴിച്ചിട്ട് പോടാ. നമ്മ ന്യൂ ജനറേഷൻ ആണ്. ഓ, നീയൊക്കെ ന്യൂ ജനറേഷൻ അല്ല, നീയൊക്കെ ജനറേഷനാ. പണ്ടൊക്കെ മലയാള സിനിമ ക്ലാസ് ആയിരുന്നു. നീയൊക്കെ വന്ന പിന്നെ മൊത്തം കേസല്ലേ. അതെന്ത് വർത്താനാണ് ബടി? എടാ, ലോക സിനിമയ്ക്ക് മാതൃകയാകുന്ന ഒട്ടേറെ കലാസൃഷ്ടികൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ചെമ്മീൻ പോലൊരു സിനിമ നിനക്കൊക്കെ സ്വപ്നം കാണാൻ പറ്റുമോ? അത് ടീമിനെ അറിയാൻ പാടില്ല എന്നിട്ടാണ്. ചെമ്മീനൊക്കെ നമ്മുടെ കൈ കിട്ടിയ കളറ് മാറും. ഇതാ കണ്ടോക്ക്, ജസ്റ്റ് വാച്ച്. ഇവിടെ പോയി കിടക്കണാണ്. ഏതായാലും എൻട്രി സോങ് അങ്ങോട്ട് പാടാം. മനസ്സമ്മൈനവരും മധുരം നുള്ളിത്തരും നിന്നരുമപ്പൂവാടിയേ പൊന്നും തേനും വായമ്പോമുണ്ടോ തേടുന്നതാരെയാരേ കരളിലെയോളാവും കരളിലെ മോഹാവും അടങ്ങില്ലോ മനെ. ഇതാണ് ഞങ്ങളുടെ കർത്തമ്മയും പരിക്കുട്ടിയും. ഒരു ന്യൂ ജനറേഷൻ. അയ്യടാ, എല്ലാം പാടുന്നു. അടിച്ചു വെച്ച് കുളിച്ചിട്ട് പാടാ. ടീമ നിങ്ങ വിട്ട ഇവിടെ ഡാർക്ക് സീനാണ്. എടാ, നീ എന്റെടാ മക്കളെ ഫോട്ടോ എടുത്തത്? വാട്സപ്പിലിടാനാണ്. എടി മോളിക്കുട്ടി, ഞാൻ ചത്താൽ എന്റെ ശവം പോലും ഇവരെ കാണിച്ചേക്കരുത്. ചിലപ്പോൾ ചത്ത് കിടക്കുന്ന എന്റെ ഫോട്ടോ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഇട്ട് അവൻ അതിലും ഷെയറിൽ ലൈക്കും മേടിക്കും. ഹലോ, അതെ, ഇല്ല, ഇല്ലടാ, സത്യമായിട്ടും ഇല്ല. ആരെ മനുഷ്യ? കൂട്ടുകാർ.
1-ാം ക്ലാസ് തൊട്ട് 10-ാം ക്ലാസ് വരെ ഒന്നിച്ചു പഠിച്ച കാതിൽ കടുക്കിനിട്ട എന്റെ കളിക്കൂട്ടുകാരൻ ബാലചന്ദ്രൻ. എന്റെ ബാലൻ, അവന്റെ കല്യാണം കഴിഞ്ഞു, എന്നെ അറിയിച്ചു. അവന്റെ മക്കളുടെ കല്യാണം കഴിഞ്ഞു, അതും എന്നെ അറിയിച്ചില്ല. അവന്റെ അമ്മ മരിച്ചു, അച്ഛൻ മരിച്ചു, ഒന്നും എന്നെ അറിയിച്ചില്ല. ഇപ്പോ വർഷങ്ങൾക്ക് ശേഷം അവൻ വിളിച്ചിരിക്കുന്നു. എന്തിനാണ് ജോർജ് കുട്ടി? വാട്സാപ്പിൽ ഇറങ്ങിയ സജിതയുടെ 6-ാമത്തെ ക്ലിപ്പ് കയ്യിലുണ്ടെങ്കിൽ ഒന്ന് സെൻഡ് ചെയ്യടാന്ന്. ഇപ്പഴാ അയാള് സുഹൃത്തിനെ ഓർത്തത്. എന്താടാ സീനാലമ്പായിട്ടാ എന്നെ തിരക്കി പോലീസ് ഇപ്പൊ ഇവിടെ എത്തൂട്ടാ. എടാ എന്ത് പറ്റിയെന്ന് പറയടാ. വാട്സാപ്പിൽ സജിതയുടെ ക്ലിപ്പ് ഷെയർ ചെയ്തവരെ പോലീസ് അറസ്റ്റ് ചെയ്യണമെന്ന്. എന്റെ വ്യാകുല മാതാവേ, നീ എന്തിനാണ് ഈ പണ്ടാരമൊക്കെ ചെയ്യാൻ പോയത്? അതിപ്പോ ഉമ്മ അറിഞ്ഞ ഇത് ഇത്ര ബിഗ് സീനാവുമെന്ന്. എന്റെ കർത്താവേ, ഇനിയിപ്പൊ എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു എന്തോ പിടി കിട്ടുന്നില്ലല്ല. അല്ല മനുഷ്യ, നിങ്ങളെന്താണ് ഇത് കേട്ടിട്ട് കുന്തം പിടിഞ്ഞ പോലെ നിൽക്കണത്? ബ്രോ, ഇനിയിപ്പോ ഉമ്മ എന്ത് ചെയ്യും? ഭയവും ടെൻഷനും നമ്മളെ അപകടത്തിൽ കൊണ്ടെത്തിക്കും. ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഞാൻ കണ്ട സിനിമകളൊക്കെ ഒന്ന് ആലോചിക്കട്ടെ. എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടാതിരിക്കില്ല. നിങ്ങ ഈ സിനിമാക്കാരെ ആലോചിച്ചുകൊണ്ട് നിൽക്കാതെ കൊണ്ട് ഇനി എന്ത് ചെയ്യണോന്ന് പറ. പോലീസ് വന്ന് ചോദിക്കുമ്പോ നമ്മൾ ധാന്യത്തിന് പോയെന്ന് പറയണം. എന്തിന്? ധാന്യം. എങ്ങനെ? ധ്യാനം. അതിന് പോയെന്ന് പറയണം. എവിടെ? പാറേപ്പള്ളിയിൽ. അതെവിടാണ്? അതൊന്നും എനിക്കറിയത്തില്ല. പിന്നെ എന്തിനാണ് ബ്രോ അങ്ങനെ പറയുന്നേ? എടാ, അങ്ങനെ പറയുന്നവരൊക്കെ ഇപ്പൊ കേസിൽ നിന്ന് വെറുതെ വിടുമെന്നൊക്കെ പറയുന്ന കേട്ടു. മോളെ, ഓഗസ്റ്റ് 2-ാം തീയതി നീ എവിടെയായിരുന്നു? ഞാൻ ഷിബുവിന്റെ കൂടെ സിനിമയ്ക്ക് പോയിരുന്നു. ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. എടി, നീ അങ്ങനെ പറയാനാണോ നിന്നോട് ഞാൻ പറഞ്ഞത്? പിന്നെ നീ പാറേപ്പള്ളിയിൽ ധ്യാനത്തിന് പോയിരുന്നു. എടി, സിനിമയ്ക്ക് പോയെന്ന് പറഞ്ഞാൽ നമ്മളെയൊക്കെ പോലീസ് പിടിച്ചോണ്ട് പോകുന്നു. അപ്പൊ സിനിമ കാണുന്ന അത്ര വലിയ തെറ്റാണോ? എന്റെ ലോക പരാജയങ്ങളെ, സിനിമയ്ക്ക് പോകുന്നത് തെറ്റല്ല. പക്ഷെ കണ്ട ക്ലിപ്പുകളൊക്കെ വാട്സാപ്പിലൂടെ ഷെയർ ചെയ്യുന്നത് വലിയ തെറ്റാ. അതെന്താണ് ബ്രോ? അണ്ട, നീ ഒരു അക്ഷരം വേണ്ടി പോകരുത്. ഓഗസ്റ്റ് 2-ാം തീയതി പാറേപ്പള്ളി ധ്യാനത്തിന് പോയെന്ന് മാത്രം അങ്ങ് പറഞ്ഞാൽ മതി. പിന്നെ പോലീസാണ് വരാൻ പോകുന്നത്. അവര് ചിലപ്പോ തിരിച്ചും മറിച്ചും ഒക്കെ ചോദിച്ചെന്നിരിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾ പഠിക്കേ. നിന്റെ മൊബൈലിൽ ഞാൻ ഇപ്പൊ വരാം. ഓഗസ്റ്റ് 3-ാം തീയതി 3-ാം തീയതി അല്ല 2-ാം തീയതി. എന്നെ കൂടെ തെറ്റിക്കുമല്ല. ഓഗസ്റ്റ് 2-ാം തീയതി പാറേപ്പള്ളിയിൽ എല്ലാം കൂടെ ധ്യാനത്തിന് പോയിരിക്കായിരുന്നു. അച്ഛാ, അച്ഛാ, ദേ പോലീസ്. നിങ്ങളെന്താ ഇവിടെ? അതുകൊണ്ടാണ് എനിക്കും അറിയേണ്ടത്. നിങ്ങളെന്താ ഇവിടെ? പറഞ്ഞപോലെ ശരിയാണല്ലോ. നമ്മളെന്താ ഇവിടെ വന്നേ? ഈ സാറിന്റെ ഒരു മറവി. സാറേ, നമ്മൾ ക്ലിപ്പിനെ പറ്റി അന്വേഷിക്കാൻ വന്നല്ലേ? കിട്ടിപ്പോയി. സത്യം പറയരുത്. ഇല്ല, പറയത്തില്ല. ഓ, അതല്ല, കള്ളം പറയാതിരിക്കരുതെന്ന്. ആയിക്കോട്ടെ. അയ്യോ, ഈ സാറിന് എന്തൊക്കെയായി പറയുന്നത്? അയ്യോ, മൊത്തം കയ്യിന്ന് പോയടേ. എടോ, ഈ സിംഗം കുര്യൻ ആരാണെന്ന് എനിക്കറിയത്തില്ല. അയ്യോ, സാറിനോടല്ല, അവനോടാ മാറി നിൽക്കാൻ പറഞ്ഞത്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നെ പേടിപ്പിക്കരുത്. ഞാൻ ഇങ്ങനെയാണ് ഇല്ല. പോ. അതും ഇതും പറഞ്ഞു നിൽക്കാതെ വന്ന കാര്യത്തിലേക്ക് കിടക്ക്. അല്ലെ, പറഞ്ഞ പോലെ നമ്മളെന്തിനാ ഇവിടെ വന്നേ? കല്യാണം വിളിക്കാൻ. പറഞ്ഞ പോലെ എല്ലാവരും കുടുംബസമേതം കല്യാണത്തിന് മുഹൂർത്തത്തിന് മുമ്പേ എത്തിച്ചേരണം. എപ്പോഴാണാവോ മുഹൂർത്തം? എപ്പോഴാണ് മുഹൂർത്തം? സാറേ, സജിതയുടെ ക്ലിപ്പ് ഷെയർ ചെയ്തവരെ പൊക്കാനല്ലേ നമ്മൾ വന്നത്? അതെ അതെ. അവരെവിടെ? നിൽക്കുന്നു. ഇങ്ങോട്ട് മാറിക്കടേ, ഇങ്ങോട്ട് മാറിക്കടാ. ഓഗസ്റ്റ് 2-ാം തീയതി നീയൊക്കെ എവിടെ പോയിരിക്കുകയായിരുന്നു? റെഡി, 1, 2, 3 സ്റ്റാർട്ട്. ഞങ്ങൾ പാറേപ്പള്ളിയിൽ ധ്യാനം കൂടാൻ പോയിരിക്കുകയായിരുന്നു. കണ്ടോ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഇവരങ്ങനൊന്നും ചെയ്യത്തില്ല. ഇവര് ദൈവഭയമുള്ള ആൾക്കാരോട്. വാ, നമുക്ക് പോവാം. അതെ, നിങ്ങ അങ്ങനെ പോയാലോ? എന്താ ചോദ്യങ്ങൾ തിരിച്ചും മറിച്ചും ചോദിച്ചില്ല. അതെന്തിനാ? എന്നാലല്ലേ ഞങ്ങ ഉണ്ടാക്കി വെച്ച ബസ് ടിക്കറ്റും ഹോട്ടൽ ബില്ലും ഒക്കെ കാണിക്കാൻ പറ്റത്തുള്ളൂ. അത് ശരി. അപ്പൊ പറഞ്ഞു പഠിച്ചു വെച്ചിരിക്കുകയാണല്ലേ? ക്ലിപ്പ് ലീക്കായ ഓഗസ്റ്റ് 2-ാം തീയതി നിങ്ങൾ എവിടെയായിരുന്നു? ധ്യാനം കൂടാനല്ല, കൊച്ചിൻ കാർണിവൽ കാണാൻ പോയതാണ്. തൊടുപുഴയല്ല, കൊച്ചിൻ കാർണിവല്ല. അതെ, അവനെ തെറ്റിപ്പോയതാണ്. ശരിക്കും ഞങ്ങൾ ആണ്ട് നേർച്ചയ്ക്ക് പോയതാണ്. അവിടെ നല്ല കഞ്ഞിയൊക്കെ കിട്ടുവേ. ഓക്കെ, അവിടെ നിന്ന് വയറ് നിറച്ച് കഞ്ഞിയും കുടിച്ചിട്ട് നിങ്ങൾ പിന്നെ എങ്ങോട്ട് പോയി? കഞ്ഞി കുടിച്ചിട്ട് ഞങ്ങൾ ചോറുണ്ണാൻ ഹോട്ടലിലേക്ക് പോയി. ഓ, കഞ്ഞി എന്താണോ, ഭക്ഷണമല്ലേ? മാഡം, ഞാൻ ഈ സ്ത്രീയെ ഒറ്റക്കപ്പുറത്തെ റൂമിൽ കൊണ്ട് ചോദ്യം ചെയ്താലാ? അത് ശരിയാവൂല. അതെന്താ ശരിയാവാത്തത്? അത് ശരിയാവൂലേ. അതെന്താ ശരിയാവാത്തത്? എന്നെ എന്താ വിശ്വാസം ഇല്ലേ? ആരിനല്ല, ഇവളെയാണ് എനിക്ക് വിശ്വാസം ഇല്ലാത്തത്. ഓക്കെ ഓക്കെ, നിർത്ത്. മൂക്കറ്റം ഭക്ഷണം കഴിച്ചതിന് ശേഷം നിങ്ങൾ നേരെ എങ്ങോട്ടാണ് പോയത്? ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങള് നേരെ
നേരെ പിന്നെ ഞങ്ങൾ കൈ കഴുകാൻ പോയി. Shit. ഭക്ഷണം കഴിച്ചാ പിന്നെ എല്ലാവരും കൈ കഴുകൂലേ? ഓ എന്റെ മാഡം, ഇവരോടൊക്കെ പോലീസ് മുറയിൽ ചോദിച്ചാലേ കാര്യമുള്ളൂ. ഈ ഉണ്ണി ഗണപതിനെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കാം. ഇവിടെ വാടാ. അയ്യോ സാറേ, ഞങ്ങളുടെ കുഞ്ഞു ഭാഗത്തെ ഒന്നും ചെയ്യരുത്. എന്റെ മോനൊന്നും ചെയ്യല്ലേ. സഹദേവ വേണ്ട, ഒന്നും ചെയ്യല്ലേ. എന്റെ മോനൊന്നും ചെയ്യല്ലേ. ചെറിയ പയ്യനല്ലേ, എന്താടോ അവിടെ നടന്നത്? ആദ്യം കുരിച്ചു നിർത്തി കൂമ്പിനടിച്ച്, പിന്നെ നിലത്തിട്ട് ചവിട്ടിക്കൂട്ടി, എന്നിട്ട് അവസാനം 2 ചെവിയുമ്പോ ഒറ്റ അടി. എന്ത് ദ്രോഹമാടോ താൻ ചെയ്തത്? ഇങ്ങനെയൊക്കെ ചെയ്യാമോ? ചെയ്തുകൂടാന്ന് അവനോട് പറ. ആ പിശാച് ഇടിച്ചിട്ട് കൂമ്പ് കലക്കി. മിസ്റ്റർ സഹദേവൻ, ഇവന്റെ കഥയിലെ കഥാപാത്രങ്ങളെല്ലാം ഇവിടെ എത്തണം. ഈ തള്ളക്ക് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞാ മതി. തല്ലുകൊള്ള മൊത്തം ഞാനും. വാട്ട്? സാക്ഷികളൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് മാഡം. ആരൊക്കെയാണ് അവർ? ലോഡ്ജ് നടത്തുന്ന സതീഷ്. മിസ്റ്റർ സതീഷ്, ഓഗസ്റ്റ് 2-ാം തീയതി നിങ്ങളുടെ ലോഡ്ജിൽ ഇയാൾ റൂം എടുക്കാൻ വന്നിരുന്നോ? അയ്യോ, 2-ാം തീയതി മാത്രമല്ല സാറേ, വേറെ പല തീയതികളിലും ഇയാൾ ഓരോ പെണ്ണുങ്ങളെ വിളിച്ചോണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഈ ലോഡ്ജിൽ ഈ പരിപാടി പറ്റില്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞിട്ടില്ല. അതൊരു ദുർബല നിമിഷത്തിൽ നീ ധൈര്യമായിട്ടിരിക്കെ. തൊണ്ടി കിട്ടാതെ ഈ തെണ്ടികൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആഹാ, അത്രക്കായ. ഇങ്ങോട്ട് വാടാ. ഇവിടെ വരാൻ പറഞ്ഞപ്പോ കിടന്ന് കൊതർന്ന വലിക്കരുത്. മിസ്റ്റർ സഹദേവൻ. യെസ് മാഡം. അയാള് പറഞ്ഞത് ശരിയാണോ? തൊണ്ടി മുതലായ ഫോൺ കിട്ടാതെ ഈ കേസിന് മുമ്പോട്ട് പോവില്ല. അതുകൊണ്ട് നമുക്കിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഫോൺ എവിടെ ഉണ്ടെന്ന് ഞാൻ പറയാം. ആരാ അത്? രാമയ്യർ ഫ്രം CBI. ഇയാൾ അതിസമർത്ഥമായി ഒളിപ്പിച്ച തൊണ്ടി മുതൽ എവിടെയാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. എവിടെയാണ് സർ? പറയൂ. ഈ അടുത്ത് പണി കഴിഞ്ഞ പോലീസ് സ്റ്റേഷന്റെ തറയുടെ അടിയിലാണ് ഇയാൾ തൊണ്ടി മുതൽ കുടിച്ചിട്ടിരിക്കുന്നത്. സാറേ, ഒരുപാട് കഷ്ടപ്പെട്ടാൽ അവിടെ കുഴിച്ചിട്ടത്. എന്നാലും സാറിന് അത് എങ്ങനെ പൊടി കിട്ടി? ഇത് മനസ്സിലാക്കാൻ ഒരു CBI ഓഫീസറുടെ മാസ്റ്റർ ബെയിനോ 6th സെൻസോ ഒന്നും വേണ്ട. മലയാള സിനിമാ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഹിറ്റായി മാറിയ ദൃശ്യം എന്ന സിനിമ മാത്രം കണ്ടാൽ മതി. ആ സിനിമയും അതിന്റെ ക്ലൈമാക്സ് ഞാനെന്നല്ല ഒരു മലയാളിയും മറക്കില്ല. എന്നിട്ടും അത് മറന്ന 2 വിഡ്ഢികളെ ലോകത്തുള്ളൂ. അത് ഇവരാണ്. ഒരു ദുർബല നിമിഷത്തിൽ Both of you are suspended. അയ്യോ, അപ്പൊ ഇയാളെ അറസ്റ്റ് ചെയ്യണ്ടേ? ആഹാ, ആ ക്ലിപ്പ് കണ്ടതിന്റെ പേരിലാണെങ്കിൽ എന്നെ മാത്രം അറസ്റ്റ് ചെയ്താ പോരാ. ഇവിടെ ഇരിക്കണ എല്ലാത്തിനും പിടിച്ചകത്താക്കണം. ശരിയാ, ഒരു ക്ലിപ്പ് കണ്ടതിന്റെ പേരിൽ നമ്മൾ ആരെയും അറസ്റ്റ് ചെയ്യാൻ പാടില്ല. അത് വിട്ടേ. ആഹാ, അപ്പൊ സാറും കണ്ടല്ലേ കള്ളൻ.